പഴയ നിയമവും പുതിയ നിയമവും ചേർന്നതാണ് ബൈബിൾ. ഭൂമിയിലെ മനുഷ്യൻ്റെ ആരംഭം മുതൽ കർത്താവ് ഭൂമിയിൽ അവതരിച്ചതിനും മുന്നേ വരെ പഴയ നിയമത്തിൽ പ്രതിപാദിക്കുമ്പോൾ, കർത്താവിൻ്റെ ജനനം മുതൽ കർത്താവിൻ്റെ രണ്ടാം വരവ് വരെയുള്ള കാര്യങ്ങൾ പുതിയ നിയമത്തിലും പ്രതിപാദിക്കുന്നു. നമുക്ക് ആദ്യം പുതിയ നിയമം തന്നെ വായിച്ചു തുടങ്ങാം കേട്ടോ. എന്നിട്ട് പഴയ നിയമത്തിലേക്ക് പോകാം. എന്നാൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കർത്താവിൻ്റെ വംശാവലി പഴയ നിയമത്തിൽ നിന്ന് തുടങ്ങി എങ്ങനെ പുതിയ നിയമത്തിലേക്ക് വരെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാമിന് ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്കിന് യാക്കോബ് ജനിച്ചു. യാക്കോബിന് യഹൂദയും അവൻ്റെ സഹോദരന്മാരും ജനിച്ചു. യഹൂദയ്ക്ക് താമരിൽ, പാരസ്, സാരഹ് എന്നിവർ ജനിച്ചു. പാരസിന് ഹെസ്രോൻ ജനിച്ചു. ഹെസ്രോന് ആരാം ജനിച്ചു. ആരാമിന് അമ്മീനാദാബ് ജനിച്ചു. അമ്മീനാദാബിന് നഹശോൻ ജനിച്ചു. നഹശോന് ശലമോൻ ജനിച്ചു. ശലമോന് രാഹാബിൽ ബോവസ് ജനിച്ചു. ബോവസിന് രൂത്തിൽ ഓബേദ് ജനിച്ചു. ഓബേദിന് ഇശായി ജനിച്ചു. ഇശായിക്ക് ദാവീദ് രാജാവ് ജനിച്ചു. ദാവീദിന് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോൻ ജനിച്ചു. ശലോമിന് രഹബ്യാം ജനിച്ചു. രഹബ്യാമിന് ആബിയാവ് ജനിച്ചു. ആബിയാവിന് ആസ ജനിച്ചു. ആസയ്ക്ക് യോശഫാത്ത് ജനിച്ചു. യോശഫാത്തിന് യോരാം ജനിച്ചു. യോരാമിന് ഉസിയാവ് ജനിച്ചു. ഉസിയാവിന് യോഥാം ജനിച്ചു. യോഥാമിന് ആഹാസ് ജനിച്ചു. ആഹാസിന് ഹിസ്കിയാവ് ജനിച്ചു. ഹിസ്കിയാവിന് മനശ്ശെ ജനിച്ചു. മനശ്ശെക്ക് ആമോൻ ജനിച്ചു. ആമോന് യോശിയാവ് ജനിച്ചു. യോശിയാവിന് യോഖോന്യാവും അവൻ്റെ സഹോദരന്മാരും ബാബേൽ പ്രവാസകാലത്ത് ജനിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യോഖോന്യാവിന് ശെയൽത്തിയേലിൽ ജനിച്ചു. ശെയൽത്തിയേലിന് സെരുബാബേൽ ജനിച്ചു. സെരുബാബേലിന് ആബിഹൂദ് ജനിച്ചു. ആബിഹൂദിന് എല്യാക്കീം ജനിച്ചു. എല്യാക്കീമിന് ആസോർ ജനിച്ചു. ആസോറിന് സാദോക്ക് ജനിച്ചു. സാദോക്കിന് ആഖീം ജനിച്ചു. ആഖീബിന് ഏലിഹൂദ് ജനിച്ചു. ഏലിഹൂദിന് ഏലിയാസർ ജനിച്ചു. ഏലിയാസറിന് മത്താൻ ജനിച്ചു. മത്താന് യാക്കോബ് ജനിച്ചു. യാക്കോബിന് മറിയയുടെ ഭർത്താവായ യോസഫ് ജനിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു അവതാരം ചെയ്തു. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്മ കൊണ്ടും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ വിചാരിച്ചു. ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൻ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വചനം. എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിക്കുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ട് മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. ഈ തിരുവചനത്താൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.